ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ബഹുമാനരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കൊച്ചി രാജ്യത്തിലെ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രാഥമ്യമർഹിക്കുന്ന മഹാത്മാവാണ് കാരാട്ടുപറമ്പിൽ എസ് കൃഷ്ണൻ. 1903 SNDP യോഗം സ്ഥാപിതമായപ്പോൾ ആദ്യമായി അംഗത്വം എടുത്തയാളാണ് ശ്രീ കാരാട്ടുപറമ്പിൽ എസ് കൃഷ്ണൻ. സ്വാമി തൃപ്പാദങ്ങളെ ആദ്യമായി പെരിങ്ങോട്ടുകരയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതും തൻ്റെ മൂല കുടുംബ വീട്ടിൽ ആതിഥ്യം നൽകി പരിചരിച്ചതും ശ്രീകൃഷ്ണനാണ്. SNDP യോഗത്തിന്റെ കൊച്ചിയിലെ ഈഴവരുടെ പ്രതിനിധിയായി പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചതും ശ്രീകൃഷ്ണന് തന്നെയാണ്. പെരിങ്ങോട്ടുകരയിലെ ആചാര പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സ്വാമി തൃപ്പാദങ്ങളുടെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചതും പെരിങ്ങോട്ടുകരയിൽ സോമശേഖര ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുവെന്നതും കൃഷ്ണന്റെ ജീവിതത്തിലെ അവിസ്മരണീയ അധ്യായങ്ങളാണ്. കൊച്ചിയിലെ അഭ്യസ്തവിദ്യരായ ഈഴവരിൽ ആദ്യമായി ഗവൺമെന്റ് ഉദ്യോഗം ലഭിച്ച രണ്ടുപേരിൽ ഒരാളെന്ന നിലയിൽ കൃഷ്ണൻ പ്രശസ്തനായിരുന്നു. SNDP യോഗത്തിന്റെ ആദ്യകാല മാനേജിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലും കൃഷ്ണൻ പ്രശസ്തനാണ്. 1868 കാരാട്ടുപറമ്പിൽ ശങ്കരന്റെയും തണ്ടാശ്ശേരി കാളിക്കുട്ടിയുടെയും മകനായി പെരിങ്ങോട്ടുകരയിലാണ് കൃഷ്ണന്റെ ജനനം. തൃശ്ശിവപേരൂർ താലൂക്കിന്റെ തെക്കു പടിഞ്ഞാറ് അറ്റത്ത് തൃപ്രയാർ പുഴയുടെ കിഴക്കേ തീരത്ത് ഏകദേശം 13 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന സ്ഥലമാണ് ഏനമ്മാവും പെരിങ്ങോട്ടുകരയും. ഫലസമൃദ്ധവും ജനസാന്ദ്രവുമായ ഈഴവ ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം. ഏകദേശം 2 നൂറ്റാണ്ടുകളായി സമ്പത്തിലും പ്രൗഢിയിലും തുല്യനിലയിൽ പ്രശസ്തി ആർജിച്ച പെരിങ്ങോട്ടുകരയിലെ 2 ഈഴവ തറവാടുകളാണ് കാരാട്ടുപറമ്പും തണ്ടാശ്ശേരിയും. സ്വാമി തൃപ്പാദങ്ങൾ ആദ്യമായി പെരിങ്ങോട്ടുകരയിൽ എത്തിയത് കാരാട്ടുപറമ്പിൽ കൃഷ്ണന്റെ ക്ഷണപ്രകാരമാണ്. സ്വാമിയെ ആദ്യമായി കാണുവാനും പെരിങ്ങോട്ടുകരയിലേക്ക് ക്ഷണിക്കുവാനും കൃഷ്ണൻ സാധിച്ചത് തൻ്റെ തൊഴിൽപരമായ പ്രവർത്തനം കൊണ്ടാണ്. തണ്ടാശ്ശേരിക്കാർക്ക് അക്കാലത്ത് തൃപ്രയാർ പുഴയുടെ തീരത്ത് സ്വന്തമായി പല കടവുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ചെമ്മാപ്പിള കടവ്. അവിടെ ഉണ്ടായിരുന്ന വലിയ പണ്ടകശാലയിൽ കൃഷ്ണൻ സ്വന്തമായി പലചരക്കട നടത്തി വന്നിരുന്നു. 1778 മകരത്തിൽ ഒരു ദിവസം കൃഷ്ണൻ കടയിലേക്ക് സാമാനങ്ങൾ വാങ്ങാൻ വള്ളത്തിൽ കൊച്ചിയിലേക്ക് പോയി. സാധനങ്ങളുമായുള്ള മടക്കയാത്രയിൽ ശ്രീനാരായണ ഗുരുദേവൻ വടക്കൻ പറവൂരിലുള്ള മൂത്തകുന്നത്ത് വിശ്രമിക്കുന്നതായി അറിഞ്ഞു. സ്വാമി മൂത്തകുന്നം ക്ഷേത്രപ്രതിഷ്ഠയ്ക്കായി എത്തിയതായിരുന്നു. കൃഷ്ണൻ വള്ളം കടവിൽ അടുപ്പിച്ച ശേഷം സ്വാമിയെ ചെന്ന് കണ്ടു വണങ്ങി. സ്വാമിയോടൊപ്പം മഹാകവി കുമാരനാശാനും ഉണ്ടായിരുന്നു. സ്വാമി പെരിങ്ങോട്ടുകര സന്ദർശിക്കണമെന്ന് കൃഷ്ണൻ അഭ്യർത്ഥിക്കുകയും സ്വാമി അതനുസരിച്ച് പെരിങ്ങോട്ടുകരയിൽ എത്തുകയും ചെയ്തു. പെരിങ്ങോട്ടുകരയിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ എത്തിയ കൃഷ്ണൻ സ്വാമി തൃപ്പാദങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയും എന്നാൽ അവിടെ അത്യന്തം കൃത്യവും ഭക്തിനിർഭരമായ ഒരു സ്വീകരണമാണ് സ്വാമിക്ക് ലഭിച്ചത്. ആദ്യം കൃഷ്ണൻ സ്വാമിയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പെരിങ്ങോട്ടുകരയിലെത്തിയ സ്വാമി ആദ്യമായി ചെയ്ത വടക്കുമുറി ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ വിഗ്രഹം നീക്കം ചെയ്യും. വിഗ്രഹവും വെളിച്ചപ്പാടിന്റെ വാളും മണിയും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് നീക്കം ചെയ്യിക്കലായിരുന്നു. തുടർന്ന് സ്ഥലത്തെ ഈഴവരുടെ 2 പ്രധാന ക്ഷേത്രങ്ങളിലും തലമുറകളായി നടത്തിവരുന്ന കളമ്പാട്ട് എന്ന ക്രൂരമായ ആചാരം നിർത്തലാക്കി വെച്ചു. 200ഓളം കോഴികളെ വെട്ടി തർപ്പണം ചെയ്യുന്ന അത്യന്തം ക്രൂരവും നീചവുമായ ഒരു ആചാരമായിരുന്നു കളമ്പാട്ട്. മേലിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂജയൊന്നും നടത്തരുതെന്നും പൊതുജനങ്ങളുടെ ആരാധനയ്ക്കായി സ്ഥലത്തൊരു ശിവക്ഷേത്രം സ്ഥാപിക്കണമെന്നും ഗുരുദേവൻ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ഉണ്ടായത്. സ്വാമി 2 തവണ വടക്കുമുറി ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ഇളയ മകൾ ശാരദയ്ക്ക് മക്കളില്ലാത്ത ദുഃഖത്തിന് അറുതി വരുത്തിയതും സ്വാമി തൃപ്പാദങ്ങളായിരുന്നു. സ്വാമി നൽകിയ പഴം കഴിച്ച ശാരദ ഗർഭിണിയായി തീരുകയും ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് വിശ്വനാഥൻ എന്ന് പേരിടുകയും ചെയ്തു. പിന്നീട് ശാരദ 12ഓളം മക്കളെ പ്രസവിക്കുകയും ചെയ്തു.
വടക്കുംമുറിയിലെ വിശ്രമവേളയിൽ സ്വാമി 11 പേർക്ക് ഓരോ രൂപ വീതം നൽകിയും അനുഗ്രഹിച്ചിട്ടുണ്ട്. 1778 മകരം 10ഉം 11ഉം തീയതികളിൽ പെരിങ്ങോട്ടുകരയിലെ CMS പ്രൈമറി സ്കൂളിൽ മഹാകവി കുമാരനാശാന്റെ അധ്യക്ഷതയിൽ 2 യോഗങ്ങൾ കൂടുകയുണ്ടായി. പ്രസ്തുത യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ശ്രീനാരായണ ഗുരു സ്മാരക സമാജം എന്ന പേരിൽ പെരിങ്ങോട്ടുകരയിൽ ഒരു ദേശസഭ നിലവിൽ വന്നത്. ഈ ദേശസഭയുടെ നേതൃത്വത്തിലാണ് പിന്നീട് പെരിങ്ങോട്ടുകരയിലെ എല്ലാ സാമുദായിക പ്രവർത്തനങ്ങളും നടന്നു വന്നത്. പെരിങ്ങോട്ടുകരയിൽ ഏകദേശം 6000 റുപ്യ ചെലവ് ചെയ്ത് സോമശേഖര ക്ഷേത്രം പണി കഴിപ്പിച്ചത് തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പനെയാണ്. 1079 കർക്കിടകത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ തന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമികളെ പെരിങ്ങോട്ടുകരയിലേക്ക് അയച്ചു. സ്ഥലത്ത് ശ്രീനാരായണ ആശ്രമത്തിന്റെയും ചെറിയ ക്ഷേത്രത്തിന്റെയും പണി പൂർത്തിയാവാത്തതിനാൽ ശിവലിംഗദാസ് സ്വാമികൾ കാരാട്ടുപറമ്പിൽ കൃഷ്ണന്റെ അതിഥിയായിട്ടാണ് താമസിച്ചത്. 1081 ആശ്രമത്തിന്റെ പണി പൂർത്തിയായതോടെ സ്വാമികൾ അവിടെ സ്ഥിരതാമസമാക്കി. പെരിങ്ങോട്ടുകരയിലെ ജനങ്ങളുടെ സർവ്വതോന്മുഖ അഭിവൃദ്ധിക്ക് വേണ്ടി ഏകദേശം 14 വർഷം ശിവലിംഗ സ്വാമികൾ തന്റെ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. 1093 മകരം 2-ാം തീയതി സ്വാമികൾ തന്റെ താമസം ചാവക്കാട് വിവേകാനന്ദാശ്രമത്തിലേക്ക് മാറ്റി. അവിടെ വെച്ച് 1919 ജനുവരി 9, അതായത് 1094 ധനു 24-ാം തീയതി ജ്വരബാധിതനായ സ്വാമികൾ തന്റെ 52-ാം വയസ്സിൽ സമാധിയായി. വെളുപ്പിനെ 5 മണിക്കുള്ള ബ്രഹ്മമുഹൂർത്തത്തിലായിരുന്നു സമാധി. ശിവലിംഗ സ്വാമികൾ സമാധി അടഞ്ഞതിന്റെ 41-ാം ദിവസം സ്വാമികളുടെ സ്മാരകമായി 1994 കുംഭ 9-ാം തീയതി വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ വലിയൊരു ഭക്തജന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ സ്വാമി തൃപ്പാദങ്ങളാണ് പെരിങ്ങോട്ടുകരയിലെ സോമശേഖര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത്. 1971 സെപ്റ്റംബർ 5-ന് ഗുരുദേവന്റെ അർത്ഥകായ പ്രതിമയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ശിവഗിരി മഠാധിപതിയായ ശങ്കരാനന്ദ സ്വാമികളാണ്. പെരിങ്ങോട്ടുകരയിലെ തണ്ടാശ്ശേരി കുടുംബാംഗമായ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് കൃഷ്ണന്റെ ഭാര്യ. അവർക്ക് 3 പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മാധവി, കല്യാണി, ശാരദ. ശിവഗിരി വക മഠത്തിന്റെയും സോമശേഖരത്തിന്റെയും മറ്റും ഭരണം ഇപ്പോൾ നടത്തി വരുന്നത് സെക്രട്ടറി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.